രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കിൽ ടു കോഴി എന്നൊക്കെയാണ് സത്യം പറഞ്ഞാൽ. കോഴി അപമാനിക്കരുത് കേട്ടോ. കോഴി എന്നാണ് എല്ലാരും പറയുന്നത്, ഞാൻ അപമാനിച്ചതല്ല. പക്ഷെ ഇതില് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഭാഗത്തു നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾ, ഇതിൽ പെട്ടുപോയിട്ടുള്ള പെൺകുട്ടികൾ, ചില പെൺകുട്ടികളുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു, അവരതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ പെട്ടുപോയ പെൺകുട്ടികളുണ്ട്, അതിൽ തികച്ചും ജാഗ്രത കുറവ് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആ പെൺകുട്ടികൾ അറിയുന്നില്ല ഇദ്ദേഹം താങ്കളുടെ വാക്കുകൾ ഉദ്ധരിച്ചാൽ ഒരു കോഴിയാണെന്ന് അറിയുന്നില്ല. അവർ വിചാരിക്കുന്നു ആത്മാർത്ഥമായ സ്നേഹമോ പ്രണയമോ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന ഒരു ബന്ധമാണെന്ന് അവർ വിചാരിക്കുന്നു. അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടിയും ചതിക്കുഴിയിൽ പെടില്ല. അല്ലെങ്കിൽ ഒരു 10-50 പേർക്ക് നടുക്ക് ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും, അത്രയൊന്നും ഒരു കാസിനോവല്ല, അത്രയൊന്നും സുന്ദര പുരുഷനല്ലല്ലോ അദ്ദേഹം. പക്ഷെ അവർ വിചാരിക്കുന്നു അദ്ദേഹത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, MLA ആയിട്ടൊരാൾ എന്നിൽ താല്പര്യം കാണിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടയായിട്ടതാക്കുന്നു. 2 പേര് വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടികൾ അതിൽ വരുന്നില്ല. അപ്പോൾ ഇവരെ ചതിക്കുഴിയിൽ പെടുത്തിയെന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പെൺകുട്ടികൾക്ക് 1-on-1 ആണ് അദ്ദേഹം അയക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തികച്ചും മാന്യനാണ്. അദ്ദേഹത്തിന് മറ്റാർക്കും സംശയം തോന്നാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് എന്നെ നോക്കുന്നുണ്ട്, ഇവളെ നോക്കുന്നുണ്ട്, ഇവളുടെ ചാറ്റിങ്ങിലാണ് ഒന്നും തോന്നാത്ത പോലെയാണ് ഇദ്ദേഹം വളരെ ഷ്രൂഡായിട്ടും വളരെ ഒളിഞ്ഞിരുന്നുമാണ് അദ്ദേഹം പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതെന്ന് തന്നെ പറയണം. ഈ പെൺകുട്ടികളെ അങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അദ്ദേഹം പറയുക എന്നുള്ളതല്ല കുറ്റമല്ല, അദ്ദേഹത്തിന് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പം ചിലവർക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ മോശമാണെന്ന് തോന്നുന്നവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മോള് കണ്ടോന്ന് അറിയില്ല, ഒരു പെൺകുട്ടി അബോർഷന് വേണ്ടിയിട്ട് അദ്ദേഹം നിർബന്ധിക്കുന്നുണ്ട്. അതൊക്കെ ഒരിക്കലും ഒരു ജനപ്രതിനിധിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഇല്ല, പ്രതീക്ഷിക്കാത്തന്നല്ല കറക്റ്റ് വാക്ക്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഗർഭിണിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അച്ഛനാരാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്തൊക്കെയാ ചോദിക്കുന്നത് അദ്ദേഹം അല്ലേ? ഒരു അമ്മയായ വിവാഹപ്രായമായ മകനുള്ള എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ മോൾക്കാണ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ വയലൻ്റായിട്ട് തന്നെ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്ക് ജനപ്രതിനിധിയായിട്ട് തുടരുവാനായിട്ട് അവകാശമുണ്ടോ? എന്ത് ഉറപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു കുടുംബം, ഒരു പെൺകുട്ടിയോ എന്തെങ്കിലും, ഒരു MLA എന്ന് പറയുമ്പോൾ ആരൊക്കെ നമ്മുടെ ഓഫീസിൽ വരുന്നു, ഒരു കൗൺസിലറായ എൻ്റെ ഓഫീസിൽ തന്നെ ആരൊക്കെ കയറി വരുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പറ്റുക? ഫോൺ നമ്പർ കൊടുക്കണ്ടേ? പല സ്ഥലത്തും നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം. ഇതിലൊരു മുഴുവൻ ഇങ്ങേരുന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? എന്തെങ്കിലും വിളിച്ചിട്ട് പറയാം, അമ്മയുടെ ആയിരിക്കും കൊടുക്കണം, അച്ഛൻ്റെ ഒന്ന് മകളുടെ ഫോൺ നമ്പർ കൊടുക്കും, ഞാനൊന്ന് ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നാച്ചുറലി മക്കൾക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഫോൺ നമ്പർ മേടിക്കുന്നു, പിന്നെ അങ്ങോട്ടേക്ക് തുടങ്ങിയാലോ? ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഒരാളൊരു സ്നേഹത്തിന്റെ കട തുടങ്ങിയിട്ടില്ലേ? നമ്മുടെ രാഹുൽ ഗാന്ധി അല്ല, റോൾ വിൻസി, പുറത്തെ ആ ഒരു സ്നേഹത്തിന് കടയുണ്ടോ? സ്നേഹം കടയിൽ വെക്കാൻ, കടയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ സ്നേഹം? അപ്പൊ ഹൃദയങ്ങൾ ഇങ്ങനെ കടയിൽ വെച്ചിരിക്കുക. ഞാൻ പലപ്പോഴും സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയി നമ്മുടെ BJP-യിൽ. അപ്പോഴാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്, സ്നേഹത്തിന്റെ കട. സ്നേഹം കടയിൽ വച്ച് വിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇത് കൂടുതൽ എന്താ നമ്മൾ പ്രതീക്ഷിക്കുക? എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. എൻ്റെ മോനോട് എനിക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടമുണ്ട്. അതൊക്കെ സ്നേഹത്തിൻ്റെ കടയാണോ? രാത്രി ഒരു 100 കിലോ സ്നേഹം തരൂ, അല്ലെങ്കിൽ ഒരു 50 ഗ്രാം സ്നേഹം തരൂ. ഇത് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ സ്നേഹമാണ്, അപ്പോൾ കുറച്ച് വില കൂടും. ഇൻറ്റൻസിറ്റി കുറഞ്ഞ സ്നേഹമാണ്, അപ്പോൾ ഇത്തിരി വില കുറയും. ആ തീവ്രത അളക്കാനായിട്ട് CPM-കാർക്കാണ് പിന്നെ ഒന്നും പ്രശ്നം. ബാലൻ ചേട്ടനും ശ്രീമതി ചേച്ചിയും കൂടെ അങ്ങോട്ടേക്ക് തീവ്രതയൊക്കെ അളന്ന് കറക്റ്റായിട്ട്, ഇത് തീവ്രത കുറഞ്ഞ ഇതായിരുന്നു, ഉപദ്രവിക്കലായിരുന്നു, അതുകൊണ്ട് വെറുതെ വിടാം. ഇതിന് തീവ്രത ഡെൻസിറ്റി കൂടിയിട്ടില്ല. അപ്പം ഈ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? ഒരാൾ സ്നേഹം കടയിൽ വെച്ച് വിൽക്കുന്നു, മറ്റുള്ളവർ തീവ്രത അളക്കുന്നു. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? എന്താ സത്യത്തിൽ ഇതിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്കൊരു ധാർമ്മികത ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്, ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ധാർമ്മികത ഉണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന LDF-ലെ മുകേഷ് എന്ന് പറയുന്ന MLA ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂപ്പര് രാജിവെച്ചില്ലല്ലോ. അതുകൊണ്ട് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ളത് പറയാം. ആ ഒരു രീതി മാറണ്ടേ? ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. പല ചർച്ചകൾ ഞാൻ കേൾക്കുന്ന കാര്യമാണ്. CPM ഭരിക്കുമ്പോൾ അങ്ങനെയായിരുന്നല്ലോ. സോ വാട്ട്?
സോ വാട്ട്, CPM ഭരിച്ചപ്പോൾ ശരിയാവാത്തോണ്ടാണ് അടുത്ത കൊല്ലം കോൺഗ്രസ് വരുന്നത്. അവര് ഭരിക്കുമ്പോൾ ഒരു ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നടക്കുന്നതുകൊണ്ടാണ് തിരിച്ച് CPM-ലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, BJP എന്നൊരു ഓപ്ഷൻ ഉണ്ട്, തീർച്ചയായും ജനങ്ങളത് തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞത്, അവര് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടി പോയി കൊല്ലുവോ? അതാരും ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പൊ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. നമ്മളുടെ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കേട് പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയാണ് അത് ശരിക്കും തന്നെ അതിനുള്ള ഒരു നടപടി എടുക്കേണ്ടത്. ഇപ്പോഴും നമ്മൾ നനങ്ങേരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്, മുകേഷിനെ കുറിച്ച്. അന്ന് തന്നെ നടപടി ഇരുന്നെങ്കിൽ ഈ ചർച്ചയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഈ പാർട്ടി ചുമക്കണം? പാർട്ടിക്ക് വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? ഇത്രയധികം അനുഭാവികളും നേതാക്കന്മാരുമുള്ള പാർട്ടിയിൽ വേറെ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ടൈൻറ്റഡ് ആയിട്ടുള്ള, ഇങ്ങനെ കളങ്കിതപ്പെട്ട ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 19ാമത്തെ വയസ്സിൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു, KSUവിൻ്റെ പാനലിൽ. ഞാനാണ് ഒരു പെൺകുട്ടി. അപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു അംബാസഡർക്കാർ ചിലപ്പോഴൊക്കെ കിട്ടും. അതിൻ്റെ ഉള്ളിൽ മുഴുവനും ആൺകുട്ടികളേക്ക് എവിടെയെങ്കിലും എന്നെ ഉന്തത്തല്ല കയറ്റും. ഒരു ചീത്ത നോട്ടം, ഒരു ചീത്ത തൊടൽ, നമുക്കൊരു ബുദ്ധിമുട്ടുന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, 19ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും എന്ത് ധൈര്യത്തിലാണ്, PT തോമസൊക്കെയാണ് അന്ന് ഇവരെന്നെ വിട്ടിരുന്നത്. കാരണം അന്നൊന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. ഞാനും അതിനുള്ളൊരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകര്, അല്ലാണ്ട് എന്തൊക്കെ 19 വയസ്സായ പെൺകുട്ടി എന്റെ കൂടെയുള്ള പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോരുത്തർക്കും തോന്നിയതുകൊണ്ടാണ്. സംരക്ഷിക്കല്ല, എല്ലാവരെയും ആംഗിൾ ചെയ്യാണ്. മാത്രമല്ല, CPM-ലാണെങ്കിൽ ആർഷോ എന്ന് പറയുന്ന ബിരുദൻ, അത് അടിവയറ്റിൽ ചവിട്ടിയിട്ട് നിനക്ക് ഞാനൊരു കൊച്ചിനെ തരും എന്ന് പറയുന്ന സഹപ്രവർത്തകയോട് അല്ലെ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ CPM തിരുത്താൻ ശ്രമിക്കുന്നില്ല. അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസിന് ഒരു മാന്യത, രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നത് വേണ്ടതല്ലേ? അതുകൊണ്ട് അവരെ ഒഴിവാക്കി. അധ്യക്ഷ സ്ഥാനമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പവിത്രവും ദിവ്യവുമായ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. മറ്റൊരു ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തത്? കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുത്ത പദവിയിൽ നിന്ന് അവർ ഒഴിവാക്കി. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മറ്റൊരു ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, പാലക്കാട്ട് ജനങ്ങൾ തെരുവീതിയിൽ ഇറങ്ങണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാർട്ടി. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. കാരണം അവരാണ് തിരഞ്ഞെടുത്തത്. അവർക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹം ഇത്രയും മോശപ്പെട്ട സ്വഭാവത്തിന് ഉടമയാണെന്നറിയില്ലായിരുന്നു. അതിനിടയ്ക്ക് കേട്ടു, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, അതിനുശേഷം അവരുടെ ജാതി എന്തോ ഇത്ര കുറവായിരുന്നു, അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്ന് അതും കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പെൺകുട്ടികൾക്ക് ഓരോ സമീപനം എടുക്കുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ സംശയങ്ങൾക്ക് അതീതനായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒരു പെൺകുട്ടി പോലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ പൊതുപ്രവർത്തനത്തിൽ തന്നെ മാറ്റി നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം ആളുകളും മാറിക്കേണ്ടേ രണ്ട് പാർട്ടികളിൽ നിന്നായിട്ട്? അല്ല, അങ്ങനെയല്ല, നല്ല ആൾക്കാരുമുണ്ട്. നമ്മൾ പൊതുവെ കാർഡടിച്ച് വെടിവെക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ മുന്നോട്ട് കേസുകൾ വരുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും മാറ്റി നിർത്തണം. അവരുടെ കോടതി കമ്മിറ്റി, അതായത് പാർട്ടി കോടതികളല്ല, അതെ, അല്ലാണ്ട് ശരിക്കും തന്നെ ജനകീയമായിട്ട് അവർക്ക് കോടതിയിൽ നിന്ന് ഒരു ഇത് കിട്ടുന്നത് വരെ, അവരുടെ തെറ്റുകാരല്ല എന്നൊരു വിധി വരുന്നത് വരെ മാറ്റി നിർത്തേണ്ട ബാധ്യത പാർട്ടിക്ക് തന്നെയാണ്. ഇനി ആ സീറ്റ് തോക്കണമെങ്കിൽ തോക്കട്ടെ, പക്ഷെ ആത്മാഭിമാനത്തോടെ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാം. ഞങ്ങൾ അങ്ങനെ ടേൻറ്റഡ് ആയിട്ട് ഒരാളെ മാറ്റി നിർത്തി, ഞങ്ങൾ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈ ഒരു സീറ്റ് പോയതുകൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കാനില്ല. ഒരു മതിപ്പ് കൂടുകയുള്ളൂ. അതെ, ഒരു സീറ്റിലല്ല അവർ നിൽക്കുന്നത്, മതിപ്പ് കൂടുകയുള്ളൂ. ഇപ്പൊ അവർ ചെയ്യേണ്ടത്, നമ്മളിപ്പോഴും സംസാരിച്ച മുകേഷിന്റെ കാര്യം പോലെ ഇനിയും വരാണ്ടിരിക്കണമെങ്കിൽ രാഹുലിനോട് പറയാം, രാഹുൽ ഇതിനൊരു വിധി വരുന്നത് വരെ നമ്മളുടെ ഇമേജ് ക്ലീനാക്കി നിർത്താൻ രാഹുൽ രാജിവെക്കും. കാരണം ഇനി ഇലക്ഷൻ വരില്ല, ഇന്ന് സമയമില്ല, അടുത്ത വർഷമാണിത്. അപ്പോൾ പുതിയ MLA അവിടെ വരാനില്ല. പക്ഷെ രാജിവെച്ചാൽ കോൺഗ്രസിന് തന്നെ ആത്മാഭിമാനത്തോടെ അടുത്ത ഇലക്ഷനിൽ പറയാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയല്ല, ഒരു വിഷയം വന്നപ്പോൾ വിഷയത്തിന് ഉത്തരവാദിയായ ആളെ ഞങ്ങൾ മാറ്റി നിർത്തി, വി ആർ എ ക്ലാസ് എബവ് എന്ന് പറയാം. അല്ലാതെ സ്നേഹത്തിൻ്റെ കടയിൽ ഇത്രയധികം സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത്രയും വലിയ വിശാലഹൃദയനോ. മാം, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോണ്ട് ചോദ്യം നിർത്താമെന്ന് തോന്നുന്നു. അതായത്
പെൺകുട്ടികൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയും എല്ലാ തരത്തിലുമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീണ്ടും വീണ്ടും, അതായത് വിദ്യാഭ്യാസ യോഗ്യതയും തിരിച്ചറിവും എല്ലാ സൗകര്യങ്ങളും കൂടുമ്പോൾ ഈയാമ്പാറ്റകളെ പോലെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീഴുകയാണ്. പെൺകുട്ടികൾക്ക് ഒരു ജാഗ്രത വേണ്ടേ? ഇപ്പോൾ എന്തെല്ലാം വിവരങ്ങൾ എവിടെ നിന്നെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരാളെ പറ്റിയിട്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ജനപ്രതിനിധിയാണ്. അതായത് ഒരു ജനപ്രതിനിധി മാം പറഞ്ഞ പോലെ ഒരു മെസ്സേജ് അയക്കുന്നു, സ്വാഭാവികമായിട്ടും എന്നോടുള്ള താല്പര്യത്തിന്റെ പുറത്താണല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ തിരിച്ച് ഇതാക്കുന്നത്. പക്ഷേ ഒരു 2-3 തവണത്തെ ഒരു സംസാരം പോകുമ്പോൾ നമുക്കറിയാം ഈ റൂട്ട് ഇത് എങ്ങോട്ടാണ് എന്നുള്ളത്. പെൺകുട്ടികൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ അടുത്ത് 2-3 ഗൈനക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, 16 വയസ്സായ പെൺകുട്ടികളൊക്കെ വന്ന് പറയുന്നത് ഞാൻ ഗർഭിണിയാണ്, അബോർഷൻ ചെയ്യണമെന്ന്. അവര് പറയും ഷോക്ക്ഡായി പോവാണ്, നമ്മൾ എങ്ങോട്ടേക്കാണ്. അപ്പൊ പെൺകുട്ടികൾക്കും ഇതൊരു രസം. അത് കഴിഞ്ഞ് എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ എന്ന് വെച്ചിട്ട് ഇതാക്കാം എന്നായിരിക്കാം. കാരണം 2-3 എൽഡർലി ഗൈനക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞ് തിരിച്ചയച്ചു. 16 വയസ്സൊക്കെ ഉള്ളൂ. എങ്ങനെയാണ് വന്ന് പറയുന്നതിനൊരു ലജ്ജ പോലും ഇല്ല. വി ആർ പ്രഗ്നന്റ്, അത് അബോർഷൻ നടത്തണം മാഡം. അപ്പോൾ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വായിച്ച് അവർക്കും നല്ല ഒരു അറിവുണ്ട്. അബോർഷൻ ചെയ്യാം, കുഴപ്പമില്ല, ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ അബോർഷൻ ചെയ്യാം, ഒരു രസകരമായിട്ട് അവരും എടുക്കുന്നുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തമാണ്. അദ്ദേഹം ഓരോ പെൺകുട്ടികളെ ആയിട്ടാണ്. പെൺകുട്ടികൾ പരസ്പരം അറിയുന്നില്ല, തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് അറിയുന്നില്ല. ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന്, വേറൊരു അദ്ദേഹത്തിൻ്റെ മകളോട് വിവാഹാഭ്യർത്ഥന നടത്തി പിന്നെ ജാതി പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വേറെ തന്നെയാണ്. അത് കോൺഗ്രസ് തന്നെ മുന്നിട്ട് നിർത്തി അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കോൺഗ്രസിൻ്റെ ഇമേജിന് തന്നെ വളരെ കളങ്കമായിട്ട് ഉള്ളതായിരിക്കും. ഒരു കാര്യം കൂടെ പറ്റി, സ്നേഹത്തിൻ്റെ കട എന്നുള്ള ഭാഷ നിർത്തൂ. ആൾക്കാർ പുച്ഛിക്കുകയാണ്. സ്നേഹം ഒരു കടയിൽ വിൽക്കേണ്ട കാര്യമല്ല. അത് മാറ്റിയിട്ട് വോട്ടധികാര യാത്രയാണ്. എന്താ വോട്ടധികാര യാത്ര? അതെ, അതൊക്കെ നടത്തിക്കോട്ടെ. സ്നേഹത്തിൻ്റെ കട എന്തായാലും പൂട്ടിയല്ലോ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.